തെരുവ് നായ്ക്കൾക്ക് ഇനി കൗൺസലിംഗ് കൊടുക്കണം. കൗൺസലിംഗ് എന്താണ് കൊടുക്കേണ്ടത്? ഇനി മനുഷ്യനെ കടിക്കരുത്, അത് തെറ്റാണ് എന്ന് അവയെ ബോധ്യപ്പെടുത്തണം. അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. ABC പരാജയമാണ്. തെരുവിടങ്ങളിൽ നിന്ന് മാറ്റണം ഇവയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകനുണ്ട്. ഏത് കേസ് ഏറ്റെടുക്കുന്നതാണ്? കപിൽ സിബൽ സമ്മതിക്കുകയില്ല. പണ്ട് മനേകാ ഗാന്ധിയായിരുന്നു, ഇപ്പോൾ കപിൽ സിബലാണ്. തെരുവ് നായ്ക്കളുടെ കടിയേറ്റാൽ ആളുകൾ മരിച്ചാലും കുഴപ്പമില്ല, കുട്ടികൾ അവരുടെ ശരീരം മുഴുവൻ മുറിവുകളുമായിട്ട് ചോര ഒലിപ്പിച്ച് ഓടിയാലും കുഴപ്പമില്ല, തെരുവ് നായ്ക്കളെ ഒന്നും ചെയ്യരുത് എന്നുള്ള പിടിവാശിയിലാണ് കപിൽ സിബൽ. ഇത് സംബന്ധിച്ച് പൊതു ഇടങ്ങളിൽ നിന്ന് നായ്ക്കളെ മാറ്റണമെന്നുള്ള കോടതിയുടെ നിർദ്ദേശത്തെ വളരെ ശക്തമായ രീതിയിൽ എതിർത്തുകൊണ്ടിരിക്കുകയാണ് കപിൽ സിബൽ. അങ്ങനെ എതിർത്തപ്പോൾ നിവൃത്തിയില്ലാതെയാണ് കോടതി ചോദിച്ചത്, ഇനിയിപ്പോൾ നായ്ക്കളെ കൗൺസലിംഗ് ചെയ്യണോ? അല്ല, വേറെ ഒരു മാർഗവും അവശേഷിക്കുന്നില്ല. ABC അദ്ദേഹം പറയുന്നുണ്ട്. ABC ഈ ABC എന്ന് പറയുന്നത് പൊതു ഇടങ്ങളിൽ അപ്രായോഗികമാണ് എന്നുള്ളതാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പറയുന്നതും മറ്റു സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളും. പൊതു ഇടങ്ങളിൽ ധാരാളമായിട്ട് നായ്ക്കൾ പെരുകുകയാണ്, പെരുകുകയാണ്. ഇതിൻ്റെ കാരണം പൊതു ഇടങ്ങളിൽ ധാരാളമായിട്ട് അവയ്ക്ക് നടക്കാനും അതുപോലെ തന്നെ മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഉച്ഛിഷ്ടങ്ങൾ കഴിക്കാനും അവസരങ്ങൾ കിട്ടുന്നു. മൃഗസ്നേഹികൾ നേരിട്ട് കൊണ്ടു കൊടുക്കും. വീട്ടിൽ ശല്യമില്ലല്ലോ, 5 പൈസയുടെ ചിലവുമില്ല, മിച്ചം വരുന്ന ആഹാരം അവിടെ കൊണ്ടിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ചില മൃഗസ്നേഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ഈ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ വീട്ടിൽ കൊണ്ടുപോയി പരിപാലിക്കുമോ, ഓമനിക്കുമോ? അതൊന്നുമില്ല. തെരുവിലുള്ള തെരുവ് സ്നേഹം മാത്രം. എന്നിട്ട് വീട്ടിൽ വേണ്ടതോ, വീട്ടിൽ വളരെ വില കൂടിയ പൊമറേനിയൻ നായ്ക്കളെ, അതുമാതിരിയുള്ള ബ്രീഡുകളെ മാത്രമേ വളർത്തൂ. നാടൻ ബ്രീഡുകളെ, എത്നിക് ബ്രീഡുകളൊന്നും അവർക്ക് ആവശ്യമില്ല. അതൊക്കെ ഡോഗ് ഷോയിലുമൊക്കെ കൊണ്ട് പ്രദർശിപ്പിച്ച് സ്റ്റാറ്റസ് സിമ്പലാക്കിക്കൊണ്ട്, പ്രദർശന വസ്തുവാക്കിക്കൊണ്ട് അവർക്ക് ജാട കാണിക്കണം, അല്ലെങ്കിൽ പൊങ്ങച്ചം കാണിക്കണം. അങ്ങനെയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇത് പിന്നെ ഇങ്ങനെ വളർത്തി കഴിയുമ്പോൾ ഇത് ഒരു പ്രായം കഴിയുമ്പോൾ ഓമനത്വമൊക്കെ ഇങ്ങ് നിൽക്കും. പ്രായമായി കഴിയുമ്പോൾ മനുഷ്യരെ പോലെ തന്നെ ഏറെ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയം നോക്കി ഈ നായ്ക്കളെ സൗകര്യപൂർവ്വം തെരുവിലേക്ക് അഴിച്ചങ്ങ് വിടും, കൂട്ടിൽ നിന്ന് പുറത്താക്കും. അതുവരെ കൂട്ടിൽ അടച്ചിട്ട മൃഗമാണത്. അങ്ങനെയാണ് അവരുടെ സ്നേഹം. ഒരു കാലം കഴിഞ്ഞാൽ അതങ്ങ് അവസാനിക്കും. ഒരു പ്രായം വരെയുള്ളൂ സ്നേഹം. ചില അച്ഛനമ്മമാരെ ഗുരുവായൂർ നടയിലും തെരുവുകളിലും ഒക്കെ കൊണ്ടുവിട്ടിട്ട് അങ്ങനെ സ്നേഹിക്കുന്ന ചില മക്കളുണ്ടല്ലോ, അവരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ആ മൃഗസ്നേഹം. അപ്പം മൃഗസ്നേഹികൾക്ക് വേണ്ടിയാണ് കപിൽ സിബൽ വാദിച്ചതെന്നാണ് പറയുന്നത്. ഈ മൃഗസ്നേഹികൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സ്നേഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അത് വിശദീകരിച്ചത്. കോടതി പറഞ്ഞത് രാജ്യത്ത് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചു വരികയാണെന്നാണ്. ധാരാളം പേർക്ക് പരിക്കേൽക്കുന്നുണ്ടെന്നാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 2 ജഡ്ജിമാർക്ക്, കഴിഞ്ഞ ഒരു മാസം വേണ്ട 20 ദിവസങ്ങൾക്കിടയിൽ 2 ജഡ്ജിമാർക്ക് നായ്ക്കൾ മൂലമുള്ള പരിക്ക് ഏറ്റിട്ടുണ്ടെന്നാണ്. അതായത് അവർ വാഹനങ്ങളിൽ വരുമ്പോൾ നായ്ക്കൾ കുറുകെ ചാടിയതായിരിക്കാം, അങ്ങനെ ധാരാളം വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിൽ കേരളത്തിൻ്റെ ഒരു ബോധ്യമുണ്ട്. തെരുവ് നായ്ക്കൾ കടിച്ച് എത്ര കുട്ടികളാണ്, എത്ര മുതിർന്നവരാണ് കേരളത്തിൽ മരിച്ചിരിക്കുന്നത്. തെരുവ് നായ്ക്കൾ വേഗത്തിൽ വരുന്ന വാഹനങ്ങളുടെ മുമ്പേ കുറുക്ക് ചാടിയിട്ട് എന്തെല്ലാം അപകടങ്ങളാണ് വന്നിട്ടുള്ളത്. കൈകാലുകൾ ഒടിഞ്ഞും പല്ലുപോയും തല പൊട്ടിയുമൊക്കെ എത്ര പേരാണ് കാഷ്വാലിറ്റി വാർഡുകളിൽ കിടക്കുന്നത്. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തെരുവ് നായ്ക്കൾ സകല ഇടങ്ങളും കൈയടക്കിയിരിക്കുന്നു. അവർക്ക് സ്ഥലമുണ്ട്, പക്ഷേ ABC ചെയ്യാൻ സ്ഥലമില്ല. അതാണ് കേരളത്തിൻ്റെ പ്രശ്നം.
നമ്മുടെ തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് ചൂണ്ടിക്കാണിക്കുന്നു. ABC ചെയ്യാൻ സ്ഥലമില്ല, മറ്റ് സകലതിനും സ്ഥലമുണ്ട് താനും. എല്ലാ സദസ്സുകളും നടത്താനും ഒക്കെ ധാരാളമായിട്ട് സ്ഥലമുണ്ട്. പക്ഷേ ABCക്ക് സ്ഥലമില്ല. അടിസ്ഥാനപരമായ ഈ പ്രശ്നം തെരുവ് നായ്ക്കളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ, നമ്മുടെ പൗരന്മാരെ രക്ഷിക്കുക, അവരുടെ ജീവനും സ്വത്തിനും ഉറപ്പ് നൽകുകയാണല്ലോ ഒരു ഗവൺമെൻറ്റിൻ്റെ ചുമതല. ആ പ്രാഥമിക ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. വാസ്തവത്തിൽ ഇത് ABC പരിപാടി അത് ആവിഷ്കരിച്ച നാളിൽ തന്നെ ആരംഭിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രയാസമാവുന്നില്ലായിരുന്നു. എന്നെന്ന് വെച്ചാൽ നമ്മുടെ ഫയലുകൾ കെട്ടി കിടക്കുന്നത് പോലെയാണ്. ഓരോ ഫയലും അപ്പോഴപ്പോൾ തന്നെ തീർത്തിരുന്നുവെങ്കിൽ ഫയലുകൾ ഇങ്ങനെ കുന്നുകൂടുകയില്ല. അതല്ല സംഭവിക്കുന്നത്. ABC നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ വെച്ചു താമസിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റി? ഫയലുകൾ പെരുകുന്നത് പോലെ തന്നെ നായ്ക്കളുടെ എണ്ണവും പെരുകിക്കൊണ്ടിരിക്കുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാലിന്യങ്ങൾ കൊണ്ട് കഴിച്ച് വളരെ സന്തുഷ്ടമായിട്ടുള്ള ജീവിതം നയിക്കുന്ന, ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന നായ്ക്കൾ അത് കിട്ടാതെ വരുമ്പോൾ അഗ്രസീവാവും. എന്ന് മാത്രമല്ല, അൽഫാം പോലുള്ള ആഹാരങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ പലപ്പോഴും കിട്ടുന്നത്. മാംസാഹാരമാണ്. അതുപോലെ ബിരിയാണിയുടെ അവശിഷ്ടങ്ങൾ, ഇതൊക്കെയാണ് മിച്ചം വരുന്നത് ഇപ്പോൾ നായ്ക്കൾ കഴിക്കുന്നത്. അതോടുകൂടി അവയ്ക്ക് ഒരു അഗ്രസീവ് സ്വഭാവം വരും, വയലൻ്റായിട്ടുള്ള സ്വഭാവം വരും, ആക്രമണ ഉത്സുകരാവും. അതിൻ്റെ ഫലമാണ് നമ്മൾ മലബാറിലും മറ്റും പല കുട്ടികളെയും പുറകെ ചാടി ആക്രമിക്കുന്നത്. അത്തരം പാഴ്സൽ സാധനങ്ങൾ കൊണ്ട് വരുന്ന കുട്ടികളെ ഇത് തങ്ങളുടെ അവകാശമാണെന്നുള്ള മട്ടിൽ അത് കടിച്ചു പറിച്ചു വാങ്ങിക്കാൻ നായ്ക്കൾ ശ്രമിക്കും. അങ്ങനെ ഓടുമ്പോൾ നായ്ക്ക് വീര്യം വർദ്ധിക്കുകയാണ്. പേടികൊണ്ടാണ് ഈ ഓടുന്നത്. നമുക്ക് ഓടരുത് എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് നമ്മുടെ നൈസർഗികമായൊരു ചോദനയാണ്. ഫ്രൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാലും അതിന് വലിയ ഫലമൊന്നും ഉണ്ടാവില്ല. അവർ പേടിച്ചോടും, കരഞ്ഞുകൊണ്ടോടും. പട്ടി പുറകെ വരും, കടിക്കും. അത് വലിയ ഗുരുതരമായ കുഴപ്പങ്ങൾക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ വാദത്തിനിടെയാണ് കോടതി കപിൽ സിബലിനോട് ചോദിച്ചത്, ഇനി ഞങ്ങൾ എന്ത് വേണം, പട്ടിക്ക് അല്ലെങ്കിൽ നായ്ക്ക് കൗൺസിലിംഗ് കൊടുക്കണം. ഇവിടെ കേരളത്തിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ഒരു അമിക്കസ് ക്യൂറിയും ഈ വാദത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയാണിത് പറഞ്ഞത്. അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തതിൽ പറയുന്നത്, ഇത് പരിഹരിക്കുന്നതിന് ഉദ്യോഗസ്ഥരുമായി കൂടുതൽ ചർച്ചകൾ നടത്തി പരിഹാരം സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ABC കേന്ദ്രങ്ങൾ വിലയിരുത്താൻ ഫലപ്രദമായിട്ടുള്ള സംവിധാനങ്ങൾ കേരളത്തിലില്ല എന്നുള്ളതാണ്. ഫലപ്രദമായ സംവിധാനങ്ങളില്ല എന്നുള്ളതാണ്. ഈ സംവിധാനമില്ല, അടിസ്ഥാനപരമായിട്ട് ആ സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ആകപ്പാടെ കൊഴാമറിയായിട്ട് കിടക്കുകയാണ് കേരളത്തിൻ്റെ കാര്യം. എന്തായാലും 2 ദിവസത്തിനകം ഒരു ഇടക്കാല ഉത്തരവ് കോടതി പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. അത് ഈ നായ്ക്കളെ പൊതു സ്ഥലങ്ങളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണെങ്കിൽ അത് വളരെ സ്വാഗതാർഹമാണെന്നേ പറയൂ. കാരണം നമ്മുടെ കുട്ടികളുടെ ജീവനും അതുപോലെ തന്നെ അവരുടെ ആരോഗ്യവുമാണ് നമ്മുടെ മുഖ്യ മുൻഗണനകൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ വരണം. ABC എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തൊടിന്യായങ്ങൾ പറഞ്ഞുകൊണ്ടും കാലദൈർഘ്യം വരുന്ന കാര്യമാണെങ്കിൽ അതിനിടയ്ക്ക് കുട്ടികൾ പിടഞ്ഞു മരിക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ വാക്സിൻ എടുത്താലും അത് ഫലിക്കാതെ വരുന്നൊരവസ്ഥ കൂടി നമ്മുടെ ആരോഗ്യരംഗത്തുണ്ട്. അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. വാക്സിന് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറയുന്നത്. പിന്നെ കുട്ടിക്കാണോ കുഴപ്പം? അറിയില്ല. അതോ ഇനി പുതിയ ഒരു തരം മ്യൂട്ടേഷൻ സംഭവിച്ച പേവിഷം പട്ടികൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയോ? ഇതൊന്നും അറിയില്ല. ഇതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. മരിച്ച കുട്ടിക്ക് പോയി, അവരുടെ കുടുംബത്തിനും പോയി. ഇതാണ് സ്ഥിതി. വന്യമൃഗങ്ങളെയും പടയപ്പയെയും അരിക്കൊമ്പനെയും കൊല്ലണം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് തെരുവ് നായ്ക്കളെ കൂടി കൊന്നുകൂടാ? താൽക്കാലികമായ പരിഹാരമെന്നുള്ള നിലയിലെങ്കിലും ഇപ്പോൾ ഉള്ള നായ്ക്കളെ നമുക്ക് നമ്മുടെ പൊതുനിരത്തുകളിൽ നിന്ന് ഇല്ലാതാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ ആരെങ്കിലും സ്നേഹമുള്ളവരുണ്ടെങ്കിൽ അവയെ കൊണ്ടുപോയി വളർത്തിക്കൊള്ളട്ടെ, സന്തോഷം. പിന്നെ വീണ്ടും തെരുവിലേക്ക് ഇറക്കി വിടരുത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാവണം. തൽക്കാലം തെരുവ് നായ്ക്കളുടെ ശല്യം ഇനിയിപ്പോൾ അതും കൂടെ താങ്ങാൻ വയ്യ. ആവശ്യത്തിലധികം വാഹനങ്ങളുണ്ട്, ജനങ്ങളുണ്ട്, ജനനിബിഡമാണ് കേരളം. ഇനി തെരുവ് നായ്ക്കളെ കൂടി താങ്ങാനുള്ള ഒരു തല വിസ്തൃതി നമ്മുടെ കൊച്ചു കേരളത്തിനില്ല.
MP രാജേഷ് പറഞ്ഞത് ABC പോലും സ്ഥലമില്ലെന്ന് പറയുകയാണെങ്കിൽ നായ്ക്കൾക്ക് പിന്നെ സ്ഥലമുണ്ടോ? അപ്പോൾ ആ സ്ഥലത്ത് നിന്ന്, പൊതുനിരത്തുകളിൽ നിന്ന്, പേടിയിൽ നിന്നും ഭീതിയിൽ നിന്നും അതുപോലെ ജീവഹാനിയിൽ നിന്നും നമ്മുടെ കുട്ടികളെ രക്ഷിക്കാനുള്ള നടപടികൾ കോടതിയുടെ ഇടക്കാല ഉത്തരവിലൂടെ ഉണ്ടാവും എന്ന് ഒരു ശുഭപ്രതീക്ഷയോടുകൂടി തെരുവ് നായമുക്തമായ കേരളം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അതിദാരിദ്ര്യമുക്തമായ കേരളം അതിനേക്കാൾ പ്രധാനമാണ്, അല്ലെങ്കിൽ അതുപോലെ പ്രധാനമാണ് തെരുവ് നായമുക്തമായിട്ടുള്ള ഒരു കേരളം. അതുണ്ടാവുമെന്ന് കരുതാം. 2 ദിവസത്തിനകം അതിൻ്റെ ഒരു ഇടക്കാല ഉത്തരവ് നമുക്ക് പ്രതീക്ഷിക്കാം. ABC ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.